നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ഉത്തരമേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് പാനൂരിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. ബാൻഡ് മേളങ്ങളുടെയും നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ പ്രകടനമായാണ് LDF നേതാക്കളെയും ജാഥ ലീഡറെയും സമ്മേളന നഗരിയായ പാനൂർ ഹൈസ്കൂൾ മൈതാനിയിലേക്ക് ആനയിച്ചത്. ഈ നാട്ടിലെ ശിരോലിഖിതം മാറ്റിയെഴുതിയ ഒരു ഗവൺമെന്റിന് അത് പൂർത്തിയാക്കാനുള്ള ഒരു അനുവാദ സമ്മതി നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കൂടുതലൊന്നും പ്രചാരണം നടത്തിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റിന്റെ നേതൃത്വം കൈവരിച്ച കുറെ നേട്ടങ്ങൾ, ഉദാത്തമായ കുറെ നേട്ടങ്ങൾ, ഈ നാട്ടിന്റെ മുഖച്ഛായ മാറ്റിയ നേട്ടങ്ങൾ, ഈ ജീവിത നിലവാരം യൂറോപ്യൻ രാജ്യങ്ങളോടൊപ്പം ഉയർത്തിയ നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് ചില പരാജയങ്ങൾ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അത് ഒരിക്കൽ കൂടി ജനങ്ങളുടെ ഇന്ത്യയുടെ ഫെഡറലിസം തകർക്കാനുള്ള ബോധപൂർവമായ നടപടികളാണ് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉത്തരമേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് പാനൂരിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു BJP നേതാവ് പറഞ്ഞത് എന്തെങ്കിലും പരിഗണന ലഭിക്കണമെങ്കിൽ പിണറായി വിജയൻ NDAയിൽ ചേരണമെന്നാണ്. ഇതാണ് ഫെഡറൽ സംവിധാനത്തിന്റെ കഴുത്തിൽ കത്തിവെക്കുന്ന BJPയുടെ നിലപാട്. ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരേ ഒരു ബദൽ ഗവൺമെന്റ് ഉള്ളത് കേരളത്തിലാണ്. ആ ഗവൺമെന്റിന്റെ തലവനായ മുഖ്യമന്ത്രി നിങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യം ലഭിക്കണമെങ്കിൽ തരണമെങ്കിൽ നിങ്ങൾ NDAയുടെ ഭാഗമാവണമെന്ന് പറയാനുള്ള ധാർഷ്ട്യം, അത് കേവലമായ ധാർഷ്ട്യമല്ല, കേന്ദ്രീകൃത രീതിയാണ്. ഒരു ഫെഡറൽ സംവിധാനത്തെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഏകീകൃത കേന്ദ്രം, അതിൻ്റെ കീഴിലായിട്ട് മുനിസിപ്പാലിറ്റി പോലെ പഞ്ചായത്ത് പോലെ വേണമെങ്കിൽ സംസ്ഥാനം, ഇതാണ് അവരുടെ നിലപാട്. RSSന്റെ ഇപ്പോഴത്തല്ല, പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നിലപാട് തന്നെയാണ്. ഇന്ത്യയുടെ ഭൂപടത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ ഉൾപ്പെടുത്തുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ നിക്ഷേപം നടക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയെന്നും ഇരുണ്ട കാലത്തേക്ക് കേരളത്തെ കൊണ്ടുപോകാനാണ് VD സതീശന്റെ പുതുയുഗ യാത്രയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മണ്ഡലത്തിന്റെ അതിർത്തിയായ മൗവേരിയിൽ നിന്ന് ബൈക്ക് റാലിയുടെ അകമ്പടിയോടെയാണ് ജാഥ ക്യാപ്റ്റനെയും ജാഥ അംഗങ്ങളെയും പാനൂരിലെത്തിച്ചത്. കൂത്തുപറമ്പ് റോഡിൽ പഴയ ഇലക്ട്രിസിറ്റി ഓഫീസിന് സമീപത്ത് വെച്ച് ബാൻഡ് മേളങ്ങളുടെയും നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെയാണ് LDF നേതാക്കളെ സമ്മേളന നഗരിയായ പാനൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിലേക്ക് ആനയിച്ചത്. സംഘാടക സമിതി ചെയർമാൻ KP മോഹൻ MLA അധ്യക്ഷത വഹിച്ചു. ജാഥാംഗങ്ങളായ മനയത്ത് ചന്ദ്രൻ, ഖാസിം ഇരിക്കൂർ എന്നിവരും സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ P ഹരീന്ദ്രൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ആയിരക്കണക്കിന് ആളുകളാണ് ഉത്തരമേഖല വികസന മുന്നേറ്റ ജാഥയിൽ പങ്കെടുക്കാനായി പാനൂരിൽ എത്തിയത്. LDF ജില്ലാ കൺവീനർ N ചന്ദ്രൻ, CPI ജില്ലാ സെക്രട്ടറി P സന്തോഷ് കുമാർ, RJD ജില്ലാ പ്രസിഡന്റ് VK ഗിരിജൻ, കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് KK ജയപ്രകാശ്, ഇന്ത്യൻ നാഷണലിസ്റ്റ് ജനത ജില്ലാ പ്രസിഡന്റ് K മനോജ്, CPM ജില്ലാ സെക്രട്ടറി KK രാകേഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ, പാനൂർ കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറിമാരായ KE കുഞ്ഞബ്ദുള്ള, M സുകുമാരൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M സുരേന്ദ്രൻ, K മോഹനൻ, K ധനഞ്ജയൻ, A പ്രദീപൻ, PK പ്രവീൺ, CM ചന്ദ്രൻ, VK സുരേഷ് ബാബു, രാജം പാട്യം തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ഇടതുപക്ഷത്തിന്റെ തുടർഭരണം സംസ്ഥാനത്തിന്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമാണെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ സ്വീകരണം ഏറ്റുവാങ്ങി ജാഥ വയനാട് ജില്ലയിലേക്ക് പ്രവേശിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ MV ഗോവിന്ദൻ മാസ്റ്റർ അനുമോദിച്ചു. ജിയോ സാൻഡ്. ഈ ജിയോ സാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോ സാൻഡ്.